ഏകദേശം 20,000-ഓളം വോട്ടിൻ്റെ വർധനവ്. കറക്റ്റായിട്ട് 42,476 വോട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടി. തെരഞ്ഞെടുപ്പിൻ്റെ പീക്ക് ടൈമിൽ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ഒരു സത്യാവസ്ഥ മൂടി വെച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി BJP-യും UDF-ഉം തമ്മിൽ ഡീൽ ഉണ്ട് എന്ന് ഒരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി. സത്യത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഡീൽ യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു 15,000-ഓളം വോട്ടിൻ്റെ ലീഡുണ്ടായിരുന്ന പ്രേംകുമാറിന് 20,000-ൽ പരം വോട്ടിൻ്റെ ലീഡ് കിട്ടിയെന്ന് പറയുന്ന സമയത്ത് ആ വോട്ട് വന്നിരിക്കുന്നത് കോൺഗ്രസിൽ നിന്നാണ്, BJP-യിൽ നിന്നല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഡീൽ നടന്നിരിക്കുന്നത് ഈ പാലക്കാടും ഒറ്റപ്പാലവും അവർ പരസ്പരം വെച്ച് മാറിയതാണ്. പാലക്കാടിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ഗണ്യമായി 16,000-ഓളം വോട്ട് കുറഞ്ഞിരിക്കുന്നു. ഇവിടെയുള്ള കോൺഗ്രസിൻ്റെ വോട്ട് പ്രേംകുമാറിൻ്റെ ലീഡ് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിലെ ചില ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ഡീൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ്.